ഹലോ കൂട്ടുകാരെ, ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. കക്കത്തോരൻ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കക്കത്തോരനാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് കുറച്ച് കക്ക വേണം നമുക്ക്. ആ കക്കയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് വേവിക്കണം. നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കി വെക്കാനുള്ളതൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തിട്ടൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് കക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് വയറുവേദനയൊക്കെ വരും പെട്ടെന്ന്. അതിൻ്റെ ആ ഒരു ചെളിയുള്ളത് കളഞ്ഞോളൂ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി മൂടി വെച്ച് വേവിക്കണം. നമുക്കതിനാദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസ് കത്തിക്കാം. ഇനി പാൻ വെച്ച് കൊടുക്കാം. നന്നായി തള വന്നിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കണം. നന്നായി വെന്തില്ലെങ്കിൽ വയറുവേദനയ്ക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കക്ക ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. നന്നായി തള വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കണം. കക്കയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടാവും, നമ്മളെടുത്ത വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പിന് എന്തിട്ടൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അരപ്പ് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു 5-6 വെളുത്തുള്ളി, ചുവന്നുള്ളി കണ്ടമാനെടുത്തോളൂ, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, പെരുംജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യാം. ഇതെടുത്തിട്ട് നമുക്ക് നന്നായി മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. നന്നായി അരയേണ്ട, ഒരു ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ആ അരപ്പാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ജാറിലേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ അത് അടിയാണ്ട് കിടക്കും. ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുള്ളി നന്നായി എടുത്തോളൂ, നല്ല ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ അതിൻ്റെ. ഉള്ളി ഇട്ട് കൊടുത്തു, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടിയിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം, എരിവിന് ആവശ്യത്തിന്. അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് നല്ല ഇതിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാളികേരത്തിൻ്റെ വെള്ളം വറ്റണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് 2-3 കുത്തുമുളക് ഇട്ട് കൊടുക്കാം. കുത്തുമുളകല്ല, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അത് കാച്ചി ഒഴിക്കാം. അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചാൽ മതി. ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തി, പൊറോട്ട എന്തിനൊപ്പം ടേസ്റ്റാണ് കക്ക. വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തേക്കൂ.